നമസ്കാരം. ഇന്ത്യ സീരീസ് എന്ന് പറയുന്ന പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തുടക്കക്കാരെ ഉദ്ദേശിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ത്യ സീരീസ്. പൊതുവെ കേരള PSCക്കായാലും SSCക്കായാലും ഏത് എക്സാം അങ്ങനത്തെ മത്സര പരീക്ഷകൾ ഏതെടുത്താലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറീസ്, ഇന്ത്യയുടെ ജനറൽ ടോപ്പിക്സ്. ഇതിൽ നിന്ന് എങ്ങനെ പോയാലും കുറച്ച് ക്വസ്റ്റ്യനുകൾ എല്ലാ എക്സാമുകളിലും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു പഠനം തുടങ്ങാനായിട്ട് പറ്റിയൊരു ടോപ്പിക്കായിരിക്കും ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ സീരീസിൽ ഇന്നത്തെ എപ്പിസോഡിൽ, ഫസ്റ്റ് എപ്പിസോഡിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, അതായത് ഇന്ത്യയുടെ ജനറൽ കാര്യങ്ങൾ. ഇന്ത്യ എന്താണ്, ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്, ഇന്ത്യയുടെ ഏരിയ എത്രയാണ്, ഇന്ത്യയുടെ നാഷണൽ സിംബൽസ് എന്ത്, ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നില്ല, ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറീസിലേക്ക് കടക്കുന്നില്ല. പൊതുവിൽ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞു തരിക. അതായത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നിവ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനറൽ ടോപ്പിക്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കയറാം. നിങ്ങൾക്ക് ഇവിടെ ഒരു മാപ്പ് കാണാം, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ്. നമ്മൾ ഏത് രാജ്യത്തെ കുറിച്ച് പഠിച്ചാലും, അതിപ്പോ ഇന്ത്യ എന്നല്ല ഏത് രാജ്യത്തെ കുറിച്ച് പഠിച്ചാലും ആ രാജ്യത്തിന്റെ മാപ്പ് ഒന്ന് മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഇന്ത്യയുടെ മാപ്പ് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. അതായത് ഓരോ സംസ്ഥാനങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഓരോ യൂണിയൻ ടെറിട്ടറീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഓരോ നദികൾ എവിടെ നിന്ന് എവിടേക്ക് ഒഴുകുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യ എവിടെ കിടക്കുന്നു? ഏഷ്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കിടക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിന് നോർത്തിലോട്ട്. അപ്പം ഇന്ത്യ ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? അതിന് നമുക്ക് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് പഠിക്കേണ്ടതുണ്ട്. സോ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 8°4' നോർത്ത് തൊട്ട് 37°6' നോർത്ത് വരെയാണ്. അതായത് തെക്ക് വടക്ക് എക്സ്റ്റെന്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ലാറ്റിറ്റ്യൂഡിനൽ 8°4' നോർത്തിൽ തുടങ്ങി 37°6' നോർത്ത് വരെയാണ് ഇന്ത്യ നോർത്ത് സൗത്ത് എക്സ്റ്റെന്റ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെന്റ് ഉണ്ട്. അത് എവിടുന്ന് എവിടെ വരെ? 68°7' ഈസ്റ്റ് മുതൽ 97°25' ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെന്റ്. അതായത് കിഴക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ എത്ര ദൂരം ഉണ്ട് ഇന്ത്യ, അല്ലെങ്കിൽ എവിടം തൊട്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെ ഇന്ത്യ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് കാണിക്കുന്നത്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ത്യ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്ന്. ഇനി അടുത്തത് ഇന്ത്യയുടെ ഏരിയ. നമുക്കറിയാം ലോക രാജ്യങ്ങളിൽ ഏരിയയുടെ കണക്കിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ 32,87,263 സ്ക്വയർ കിലോമീറ്റർ. ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും, നമ്മൾ ഈ വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കണം. കാരണം UPSC എക്സാം പോലൊക്കെ അല്ല ബാക്കിയുള്ള കേരള PSC എക്സാമും അല്ലെങ്കിൽ മറ്റു PSC എക്സാമുകളായാലും SSCയുടെ എക്സാമുകളായാലും. ഇവിടെയൊക്കെ ന്യൂമറിക്കൽ വാല്യൂസിന്റെ ക്വസ്റ്റ്യൻസ് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പം വേണ്ടാന്ന് വെച്ച് കളയുന്ന പല വാല്യൂസും ആയിരിക്കും അത് പഠിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ ഏരിയ 32,87,263 സ്ക്വയർ കിലോമീറ്റർ എന്ന് കാണാപ്പാടം പഠിക്കാൻ ഇച്ചിരി പാടുണ്ട്. പക്ഷേ അതിന്റെ ഒരു ഏകദേശ വാല്യൂ എങ്കിലും നമുക്ക് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ജസ്റ്റ് ആ ന്യൂമറിക്കൽ വാല്യൂ പഠിക്കുക. അതായത് 32 ലക്ഷത്തിൽ ചില്ലുവാനമാണ് എന്നെങ്കിലും നമ്മൾ ഓർത്തിരിക്കുക. സോ ഇന്ത്യ ലോകത്തിൽ ഏരിയയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി ഇന്ത്യയെ കുറിച്ച് നമുക്ക് വേറെ എന്തൊക്കെ അറിയാം? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? റീസെന്റ് ആയിട്ട് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം വിഭജിച്ച് ജമ്മു കാശ്മീരും ലഡാക്കും എന്നീ 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കിയ കഥ നമുക്കറിയാം. അതിനുശേഷം വേറൊരു കാര്യം കൂടെ നടന്നു. നമ്മളുടെ 2 യൂണിയൻ ടെറിട്ടറീസ് ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലിയും മെർജ് ചെയ്ത് ഒന്നാക്കി. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി വെച്ചിട്ട് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. ഓർത്ത് വെക്കുക, 28 സ്റ്റേറ്റ്സ് ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കുറച്ച് നാഷണൽ സിംബൽസ് നമുക്കുണ്ട്.
ലൈക്ക് നാഷണൽ ആനിമൽ, നാഷണൽ ബേർഡ്, നാഷണൽ ഫ്ലാഗ് എന്നിവ. ഇവയൊക്കെയും പല മത്സര പരീക്ഷകൾക്കും എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്കിനി അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോവാം. ആദ്യം നാഷണൽ ആനിമൽ. നമുക്കറിയാം ടൈഗർ ആണ് നമ്മളുടെ നാഷണൽ ആനിമൽ. പക്ഷെ വെറും ടൈഗർ ആണോ? അല്ല. റോയൽ ബംഗാൾ ടൈഗർ ആണ് നമ്മളുടെ നാഷണൽ ആനിമൽ. കാരണം ടൈഗർ പല ഇനമുണ്ട്. അതിൽ റോയൽ ബംഗാൾ ടൈഗർ ആണ് നമ്മളുടെ നാഷണൽ ആനിമൽ. അതിന്റെ സയന്റിഫിക് നെയിം പാന്ത്ര ടൈഗ്രിസ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. സയന്റിഫിക് നെയിംസ് പ്രത്യേകം പഠിച്ചു വെക്കണം. കാരണം സയന്റിഫിക് നെയിംസ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. സോ റോയൽ ബംഗാൾ ടൈഗർ നമ്മുടെ നാഷണൽ ആനിമൽ, അതിന്റെ സയന്റിഫിക് നെയിം പാന്ത്ര ടൈഗ്രിസ്. ഇനി ടൈഗറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് പ്രൊജക്ട് ടൈഗർ. അതായത് ഒരു കാലത്ത് ഇന്ത്യയിൽ ടൈഗർ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തു വന്നപ്പോൾ, ടൈഗർ പോപ്പുലേഷൻ കുറഞ്ഞു വന്നപ്പോൾ അന്ന് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്, അതായത് ടൈഗർ കൺസർവേഷന് വേണ്ടി ഗവൺമെന്റ് നടത്തിയൊരു പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ. ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 1973 ഡേറ്റ്, അതായത് ഈ മന്തും ഇയറും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. മന്ത് ഓർത്തില്ലെങ്കിലും ഇയർ നിങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ട്, അത്യാവശ്യമാണ്. പ്രൊജക്ട് ടൈഗർ സ്റ്റാർട്ട് ചെയ്തത് 1973. ഇനി വേറൊരു കാര്യം കൂടെ, നാഷണൽ ആനിമൽ ടൈഗർ ആകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ആനിമൽ നാഷണൽ ആനിമൽ ആയിരുന്നു. അതേതായിരുന്നു എന്നറിയോ? ലയൺ ആയിരുന്നു നമ്മളുടെ ആദ്യത്തെ നാഷണൽ ആനിമൽ. സോ ലയണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ടൈഗറിനെ നമ്മൾ നാഷണൽ ആനിമൽ ആക്കിയത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത് നാഷണൽ ബേർഡിനെ നോക്കാം. നമ്മൾ നാഷണൽ ബേർഡ്, അതിനെക്കുറിച്ച് ഒരേ ഒരു കാര്യമേ പഠിക്കാനുള്ളൂ. പീകോക്ക് ആണെന്ന് നമുക്കറിയാം. പീകോക്കിന്റെ സയന്റിഫിക് നെയിം പാവോ ക്രിസ്റ്റേറ്റസ്. ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് നാഷണൽ ഫ്ലവർ. നാഷണൽ ഫ്ലവറിന്റെ കാര്യത്തിലും ഒരേ ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ള ലോട്ടസ്. ലോട്ടസിന്റെ സയന്റിഫിക് നെയിം നെലുംബോ ന്യൂസിഫെറ. ഈ നാഷണൽ ബേർഡിന്റെ കാര്യത്തിലും നാഷണൽ ഫ്ലവറിന്റെ കാര്യത്തിലും അതിന്റെ സയന്റിഫിക് നെയിം മാത്രം നമ്മളൊന്ന് കാണാപ്പാടം പഠിച്ചു വെക്കുക. ഒരുപാട് കാര്യങ്ങളുടെ ഒന്നും സയന്റിഫിക് നെയിം നമ്മൾ അങ്ങനെ കാണാപ്പാടം പഠിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത് നമ്മുടെ നാഷണൽ സിമ്പിൾസ് ആയിപ്പോയി. സോ അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തത്, ഇനി സ്റ്റേറ്റ് എംബ്ലം അല്ലെങ്കിൽ നാഷണൽ എംബ്ലം എന്ന് നമ്മൾ പറയുന്നത് എവിടെ നിന്നെടുത്തു, എന്താണ് നമ്മുടെ നാഷണൽ എംബ്ലം? നമ്മൾ കണ്ടിട്ടുണ്ട് 3 സിംഹത്തലയും അതിന്റെ താഴെ എന്തൊക്കെയോ ഉള്ള ഒരു സിമ്പിളാണ് നമ്മുടെ നാഷണൽ എംബ്ലം അല്ലെങ്കിൽ സ്റ്റേറ്റ് എംബ്ലം. ഓക്കെ, ഇത് എടുത്തിരിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ സാരനാഥിലെ അശോക സ്തംഭത്തിലുള്ള ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. അശോക സ്തംഭത്തിലുള്ള, അശോക സ്തംഭം എന്ന് പറയുന്ന ഒരു പില്ലറാണ്. ആ പില്ലറിന്റെ ഏറ്റവും മുകളിലുള്ള ലയൺ ക്യാപിറ്റൽ ആണ് നമ്മളുടെ നാഷണൽ എംബ്ലമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒറിജിനലി സാരനാഥിലുള്ള അശോക സ്തംഭത്തിൽ 4 ലയൺസ് മുകളിലായി 4 ദിശകളെ നോക്കി നിൽക്കുന്നതായിട്ടാണ്. അതിന്റെ താഴെ ഒരു റൗണ്ട് ഷേപ്പിൽ അബാക്കസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ അബാക്കസിൽ വീണ്ടും 4 മൃഗങ്ങളുണ്ട്. ഒരു ബുള്ള്, ഹോഴ്സ്, എലിഫന്റ്, ലയൺ. വീണ്ടും ഒരു ലയൺ അവിടെ വന്നിട്ടുണ്ട്, അത് ഓർക്കണം. മുകളിൽ 4 ലയൺ ഉണ്ട്. അത് കൂടാതെ തൊട്ട് താഴെയുള്ള അബാക്കസിലും ഒരു ലയൺ ഉണ്ട്. ഇവിടെ 4 ആനിമൽസ് ആണെന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ബുൾ, എലിഫന്റ്, ഹോഴ്സ്, ലയൺ. ഈ 4 ആനിമൽസിന്റെയും ഓരോന്നിന്റെയും നടുക്കായിട്ട് ഓരോ അശോക ചക്രങ്ങളും കൂടി നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിന് താഴെയായിട്ട് ഒറിജിനൽ ലയൺ ക്യാപിറ്റലിൽ തൊട്ട് താഴെയായിട്ട് ഒരു ലോട്ടസ് ഷേപ്പിൽ ഒരു ബെല്ലും കൂടെ ഉണ്ട്. അതിന് താഴേക്കാണ് ഈ പില്ലർ തുടങ്ങുക. പക്ഷെ നമ്മുടെ നാഷണൽ എംബ്ലം അഡോപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ ബെൽ ഒഴിവാക്കി അബാക്കസും അതിന് മുകളിൽ നിൽക്കുന്ന ലയണിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നാഷണൽ എംബ്ലം, അതായത് സ്റ്റേറ്റ് എംബ്ലം ഡിസൈൻ ചെയ്യുകയായിരുന്നു. സ്റ്റേറ്റ് എംബ്ലത്തിൽ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ദേവനാഗരി ലിപിയിൽ എഴുതിയ സത്യമേവ ജയതേ എന്ന വാചകം. ദേവനാഗരി ലിപിയിൽ എഴുതിയ സത്യമേവ ജയതേ എന്ന വാചകം. സത്യമേവ ജയതേ, ഇത് എവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നു? സത്യമേവ ജയതേ എന്ന വാചകം മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓർത്തിരിക്കണം. ഒന്ന്, നമ്മുടെ നാഷണൽ എംബ്ലം എവിടെ നിന്ന് വന്നു? സാരനാഥിലുള്ള ലയൺ ക്യാപിറ്റലിൽ നിന്നാണ് നാഷണൽ എംബ്ലം വന്നിരിക്കുന്നത്. നാഷണൽ എംബ്ലത്തിന്റെ ഭാഗമായിട്ടുള്ള സത്യമേവ ജയതേ എന്ന വാചകം വന്നിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. എന്തുകൊണ്ട് അശോകൻ ഒരു സ്തംഭം സാരനാഥിൽ പണി കഴിപ്പിച്ചു? ശരിക്കും ഇത് ഹിസ്റ്ററി ക്ലാസ്സിൽ എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും. എന്നാലും നമ്മൾ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാം. അശോകൻ നമുക്കറിയാം വലിയൊരു ബുദ്ധമത അനുയായിയായിരുന്നു. സോ എന്തെങ്കിലും ഒരു ബുദ്ധിസ്റ്റ് കണക്ഷൻ ഈ സാരനാഥുമായിട്ട് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. സാരനാഥിൽ വെച്ചാണ് ബുദ്ധൻ തന്റെ ആദ്യത്തെ പ്രഭാഷണം അനുയായികൾക്ക് നൽകിയത്. അതായത് ഫസ്റ്റ് സെർമൺ നൽകിയത് സാരനാഥിൽ വെച്ചാണ്. സോ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അശോകൻ അവിടെ ഒരു പില്ലർ സ്ഥാപിച്ചത്.
ആ പില്ലറിൽ നിന്നാണ് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് എംബ്ലം കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക്, കാലണ്ടർ. നമുക്കൊരു നാഷണൽ കാലണ്ടർ ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാലണ്ടർ അല്ലേ, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ളത്. അതിന്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ്. അത് കൂടാതെ നമുക്കൊരു നാഷണൽ കലണ്ടർ ഉണ്ട്. നമ്മുടെ നാഷണൽ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകവർഷം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ശകവർഷം, അതായത് ചൈത്രമാസത്തോടു കൂടി തുടങ്ങുന്ന ശകവർഷം ബേസ് ചെയ്തിട്ടുള്ള ശക കലണ്ടർ, ശക എറയാണ് നമ്മളുടെ നാഷണൽ കലണ്ടറായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അഡോപ്റ്റ് ചെയ്തത് 22 മാർച്ച് 1957 22 മാർച്ച് 1957. ഈ ചൈത്രമാസം എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 21, 22 തീയതികളിലാണ് സാധാരണയായിട്ട് ചൈത്രമാസം തുടങ്ങാറുള്ളത്. ഇങ്ങനെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ നാഷണൽ കലണ്ടർ നമുക്കുള്ളപ്പോഴും നമ്മൾ ഒഫീഷ്യൽ പർപ്പസിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ നാഷണൽ കലണ്ടർ ബേസ് ചെയ്തിരിക്കുന്ന ശകവർഷം അഡോപ്റ്റ് ചെയ്തത് 22 മാർച്ച് 1957. അടുത്ത ടോപ്പിക്, ഏറ്റവും റീസെന്റ് ആയിട്ട്, അതായത് തൊട്ട് അടുത്ത കാലത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരു നാഷണൽ എലമെന്റ് ആണ് ഇന്ത്യൻ റുപ്പിയുടെ സിമ്പൽ. അതായത് 15 ജൂലൈ 2010 ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉദയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇനി അടുത്തൊരു കാര്യം, ഇന്ത്യൻ റുപ്പിയുടെ സിമ്പൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ എന്തൊക്കെ എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ചിലർക്ക് അറിയാവുന്നവരുണ്ടായിരിക്കും, ചിലർ അറിയാത്തവരായിരിക്കും. അത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കണ്ടിട്ടുള്ളത് ഹിന്ദി അക്ഷരം രാ പോലെയൊക്കെ ഇരിക്കും അല്ലെ? അതെ, ദേവനാഗരി ലിപിയിലുള്ള രായും റോമൻ ക്യാപിറ്റൽ ആറും കൂടി ചേർന്നിട്ടുള്ള ഒരു എലമെന്റ് അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മുകളിൽ 2 ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് കണ്ടിട്ടുണ്ട്. ഈ ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് സിഗ്നിഫൈ ചെയ്യുന്നത് ഇന്ത്യൻ ഫ്ലാഗിനെയും ഈക്വൽ എന്ന സൈനിനെയുമാണ്. അതായത് ഇക്വാളിറ്റിയും ഇന്ത്യയുടെ ദേശീയ പതാകയും സിഗ്നിഫൈ ചെയ്യുന്നതാണ് ഈ മുകളിലത്തെ 2 ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ റുപ്പിയുടെ സിമ്പലിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണയായി. ഇനി നമുക്ക് അടുത്ത നാഷണൽ സിമ്പലിലേക്ക് പോകാം, നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ്. ഏതാണ് നാഷണൽ ആന്തം, ഏതാണ് നാഷണൽ സോങ്? ജനഗണമന, അതായത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ജനഗണമനയാണ് നമ്മളുടെ നാഷണൽ ആന്തം. ഇത് ആദ്യമായി ഒരു പൊളിറ്റിക്കൽ വേദിയിൽ ആലപിക്കുന്നത് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനിൽ വെച്ചാണ്. ഈ വർഷം നമ്മൾ പഠിച്ചിരിക്കണം. അതായത് നാഷണൽ ആന്തത്തിന്റെയും നാഷണൽ സോങ്ങും ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ വേദിയിൽ ആലപിച്ചത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ നാഷണൽ ആന്തമായ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനിൽ വെച്ച്. എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ. ഇനി ഇതേപോലെ തന്നെ നാഷണൽ സോങ് ഉണ്ട്. നമുക്കറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം. അദ്ദേഹം ആനന്ദമഠം എന്ന തന്റെ നോവലിലാണ് ഈ ഒരു പോയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ആദ്യമായിട്ട് ആലപിച്ചത് 1896 കോൺഗ്രസ് സെഷനിൽ. സോ നാഷണൽ ആന്തമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് 1911 കോൺഗ്രസ് സെഷനിലാണെങ്കിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് 1896 കോൺഗ്രസ് സെഷനിലാണ്. നാഷണൽ ആന്തം, നാഷണൽ സോങ് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മാത്രം നാഷണൽ ആന്തത്തെ കുറിച്ചും നാഷണൽ സോങ്ങിനെ കുറിച്ചും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, നാഷണൽ ഫ്ലാഗ്. എന്തുകൊണ്ട് നാഷണൽ ഫ്ലാഗ് ആദ്യം ഇട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. സാധാരണ നാഷണൽ ഫ്ലാഗ് അല്ലേ ആദ്യം പറയേണ്ടത്? അതെ, പക്ഷെ നാഷണൽ ഫ്ലാഗ് അവസാനം ഇട്ടതിന് ഒരു കാര്യമുണ്ട്. കാരണം പെട്ടെന്നൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തതല്ല നമ്മുടെ നാഷണൽ ഫ്ലാഗ്. അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. സോ ആ ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അവസാനത്തേക്ക് വെച്ചത്. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുടങ്ങാം. നമുക്കറിയാം, നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ ട്രൈ കളർ, ഇന്ത്യൻ ട്രൈ കളർ എന്നും അറിയപ്പെടും. പക്ഷെ ട്രൈ കളർ എന്നറിയപ്പെട്ടാലും നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ 4 കളറുകളുണ്ട്. മുകളിൽ സാഫ്രോൺ, അതിന്റെ താഴെ വൈറ്റ്, അതിന്റെ താഴെ ഗ്രീൻ. ഈ വൈറ്റിനുള്ളിൽ ഒരു അശോക ചക്രം, ഈ അശോക ചക്രത്തിന് 24 സ്പോക്സ്. ഇത്രയും ഉൾപ്പെട്ടതാണ് നമ്മുടെ ട്രൈ കളർ. ഇനി ചുമ്മാ തന്നെ 3 നിറവും ഒരു അശോക ചക്രം വരച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫ്ലാഗ് ആവും? ഇല്ല, അതിനൊരു കണക്കുണ്ട്. അതായത് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് റേഷ്യോ എപ്പോഴും 2:3 ആയിരിക്കണം. നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ വിഡ്ത്ത് ഈസ് ടു ലെങ്ത്, വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ 2:3 ആയിരിക്കണം. ഇനി മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ നാഷണൽ സിംബൽസിൽ നാഷണൽ ഫ്ലാഗ് ഒഴികെ ബാക്കിയെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. നാഷണൽ ഫ്ലാഗ് മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യത്തിന് മുൻപ് അഡോപ്റ്റ് ചെയ്തത്. ഇത് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് 22 ജൂലൈ 1947. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരേ ഒരു നാഷണൽ എലിമെന്റ് അല്ലെങ്കിൽ ഒരേ ഒരു നാഷണൽ സിംബൽ ആണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്. നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര് പിംഗലി വെങ്കയ്യ.
ഓക്കെ, അപ്പം നാഷണൽ ഫ്ലാഗിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് കിട്ടി കാണുമല്ലോ. 3 ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ്, നടുക്ക് അശോകചക്രം, അശോകചക്രത്തിൽ 24 സ്പോക്സ് ഉണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അഡോപ്റ്റ് ചെയ്തു, അതായത് 22 ജൂലൈ 1947 അഡോപ്റ്റ് ചെയ്തു, ഡിസൈൻ ചെയ്തത് പിംഗലി വെങ്കയ്യ. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് റേഷ്യോ 2:3. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ ഹിസ്റ്ററിയിലേക്ക് പോവാം. കാരണം ഈ നാഷണൽ ഫ്ലാഗിന്റെ ഹിസ്റ്ററിയിൽ നിന്നും ഒരു ചോദ്യം സ്ഥിരമായി എക്സാമുകൾക്കെല്ലാം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ചോദ്യം, അതേതെന്ന് നമുക്ക് വരുന്ന വഴിക്ക് കാണാം. ഇത് കണ്ടോ, ഇന്ത്യയുടെ ആദ്യകാല ഫ്ലാഗുകളിൽ ഒന്നാണ് ഇത്. 3 നിറങ്ങൾ, 3 ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ഉണ്ട്, നടുക്ക് വന്ദേ മാതരം എന്ന് എഴുതിയിട്ടുണ്ട്, മുകളിൽ ലോട്ടസ് ഫ്ലവർ, താഴെ സൂര്യനും ചന്ദ്രനും. ഇത്രയും കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ അധികം ഡീപ്പായിട്ട് പഠിക്കുന്ന കാര്യമില്ല, കാരണം ഇത് അങ്ങനെ എക്സാമിന് ചോദിക്കേണ്ട ഒരു സാധ്യതകളൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഫ്ലാഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്. ഇത് കണ്ടോ, നേരത്തെ കണ്ട ഫ്ലാഗിന്റെ ഏകദേശം ഒരേപോലൊക്കെ ഇല്ലേ, ചെറിയ വ്യത്യാസങ്ങൾ. ഈ ഫ്ലാഗിനെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കിക്കേ. മുകളിൽ സാഫ്രൻ കളർ, നടുക്ക് യെല്ലോ കളർ, താഴെ ഗ്രീൻ കളർ, അങ്ങനെ 3 ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ്. മുകളിലത്തെ സാഫ്രണിനകത്ത് ആഷ്, നടുക്ക് മഞ്ഞയ്ക്കകത്ത് വന്ദേ മാതരം എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ പച്ചയ്ക്കകത്ത് ഒരു സൂര്യനുമുണ്ട്, ഒരു ചന്ദ്രനുമുണ്ട്. ഈ ഫ്ലാഗിന്റെ പ്രത്യേകത, ഇത് എങ്ങനെ PSC എക്സാമുകളിൽ അല്ലെങ്കിൽ SSC എക്സാമുകളിൽ എങ്ങനെ സ്ഥിരമായിട്ട് ചോദ്യമായിട്ട് വന്നു? ചോദ്യം ഞാൻ പറയാം. ആദ്യമായി വിദേശത്ത്, അതായത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പതാക ഉയർത്തിയത് ആര് എന്ന ചോദ്യം സ്ഥിരമായി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം മാഡം ഭിഖാജി കാമയാണ്. മാഡം ഭിഖാജി കാമയാണ് ഇന്ത്യക്ക് പുറത്ത്, അതായത് വിദേശത്ത് ആദ്യമായി ഇന്ത്യയുടെ ഒരു പതാക ഉയർത്തിയത്. ഇതാണ് ഭിഖാജി കാമ ഉയർത്തിയ ആ പതാക. ഇനി ഇതിൽ നിന്ന് 1-2 കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഞാൻ ഇപ്പം പറഞ്ഞത് തന്നെ ഇനി അത് എക്സാമുകൾക്ക് ആ രൂപത്തിലും ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അതായത് മാഡം ഭിഖാജി കാമ അന്ന് ഉയർത്തിയ പതാകയിൽ എഴുതിയിരുന്ന വാചകം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം വന്ദേ മാതരം. മനസ്സിലായോ? മാഡം ഭിഖാജി കാമ ഉയർത്തിയ പതാകയിലെ വരികൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ മാതരം. ഭിഖാജി കാമ ഉയർത്തിയ ആ പതാകയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ എന്തില്ലായിരുന്നു എന്നൊരു ചോദ്യം വരാം. പക്ഷെ അപ്പം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിക്കാം. ഇനി അടുത്തത് ഇതായത് കണ്ടോ, ഈ പതാകയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതുവരെ അങ്ങനെ എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ മാഡം ഭിഖാജി കാമയുടെ ഈ ഒരു ഫ്ലാഗിന് ചോദ്യം വരുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലാഗും ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. കാരണം വളരെ ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട 2 ഫ്ലാഗിൽ നിന്നും ചെറിയൊരു വ്യത്യാസം, ചെറിയല്ല നല്ലൊരു വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കാരണം എന്താ, മൊത്തത്തിൽ അടിമുടിയൊരു മാറ്റം. നമ്മൾ ഇതുവരെ കണ്ട പോലെ ഒരു 3 ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ഇതിനില്ല, പകരം കുറെ സ്ട്രൈപ്സ്. മാത്രമല്ല മുകളിൽ ഒരു കോർണറിൽ നമുക്ക് കാണാം മറ്റൊരു രാജ്യത്തിന്റെ ഫ്ലാഗ്. അത് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്ന ഫ്ലാഗ് ആണ്. അപ്പം വേറെ ഒന്നും ഞാൻ ഇതിന്ന് പറഞ്ഞില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു ചോദ്യം കിട്ടി. ഈ ഫ്ലാഗിന്റെ മുകളിൽ കാണുന്ന ആ ഫ്ലാഗ്, അത് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് ആണ്. സോ ബ്രിട്ടന്റെ ഫ്ലാഗിന്റെ പേരെന്ത്? യൂണിയൻ ജാക്ക്. അല്ലെങ്കിൽ യൂണിയൻ ജാക്ക് ഏത് രാജ്യത്തിന്റെ പതാകയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ എഴുതാം ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, ഇനി ഈ ഫ്ലാഗിന്റെ പ്രത്യേകത പറയാം. ഇത് 1917 കാലഘട്ടത്തിൽ ഹോം റൂൾ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആനി ബസന്റ് തിലക് എന്നിവരെ ഇറക്കിയ പതാകയാണ്. നമുക്കറിയാം 1917 1916-17 ഹോം റൂൾ മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്നത്. ഹോം റൂൾ മൂവ്മെന്റ്, തിലകിന്റെ ഹോം റൂൾ മൂവ്മെന്റ് സെൻട്രൽ ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങൾ, മഹാരാഷ്ട്ര അതുമായിട്ട് ചുറ്റപ്പെട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ആനി ബസന്റിന്റെ ഹോം റൂൾ ലീഗ് വളരെ വലിയ ഒരു നിലയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തി. സോ ആ സമയത്ത് അവർ പുറത്തിറക്കിയ രൂപകൽപ്പന ചെയ്ത ഫ്ലാഗാണ് ഇത്. ഈ ഫ്ലാഗിൽ എന്താണ് കാണുന്നത് എന്ന് നോക്കിയാൽ കുറച്ച് സ്റ്റാർസ് കാണാം, പഴയതുപോലെ തന്നെ ചന്ദ്രനും ഒരു സ്റ്റാറും കാണാം, ഒപ്പം ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് പതാകയും ഇതിലുണ്ട്. സോ റൂൾ മൂവ്മെന്റ് കാലത്ത് പുറത്തിറക്കിയ ഫ്ലാഗിൽ, ഇന്ത്യൻ ഫ്ലാഗിൽ ഏത് പതാകയാണ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചൊരു ചോദ്യം വരാം. എന്നിട്ട് കുറെ ഫ്ലാഗുകളുടെ പേര് തന്നിരിക്കണം. സോ അതിൽ നമ്മൾ യൂണിയൻ ജാക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫ്ലാഗിലേക്ക് പോവാം. ഈ ഫ്ലാഗ് 1921 വിജയവാഡ സെഷൻ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയവാഡ സെഷൻ നടക്കുമ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള ഒരു യുവാവ് രൂപകൽപ്പന ചെയ്ത ഫ്ലാഗാണിത്.
അദ്ദേഹം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ഗ്രീൻ സ്ട്രൈപ്പും റെഡ് സ്ട്രൈപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം എന്നിട്ട് അതുകൊണ്ട് ഗാന്ധിജിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സോ ഗാന്ധിജിയുടെ സജഷൻ പ്രകാരം, അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകാരമാണ് മുകളിലത്തെ വൈറ്റ് സ്ട്രൈപ്പും നടുക്കുള്ള ചർക്കയും ഇതിൽ ഉൾപ്പെടുത്തിയത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് നമുക്ക് അടുത്ത ഫ്ലാഗിലേക്ക് പോവാം. ഇന്ത്യ ചരിത്രത്തിലെ വളരെ വേണ്ടപ്പെട്ട, അതായത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്ത ഫ്ലാഗ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് ഒരേ ഒരു വ്യത്യാസം മാത്രം. നടുക്കുള്ള നമ്മുടെ ഇന്നത്തെ അശോക ചക്രത്തിന് പകരം ആ ഫ്ലാഗിൽ ഉണ്ടായിരുന്നത് ചർക്കയാണ്. ഇത് 1931 കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്ത ഫ്ലാഗാണ്. 1930 കാലഘട്ടങ്ങൾ, 30, 31 അങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ, അതായത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ യുവതലമുറ രൂപപ്പെട്ടു വന്ന ഒരു സമയമാണ്. അതായത് യുവതലമുറ, നെഹ്റുവിന്റെയും നേതാജിയുടെയും നേതൃത്വത്തിലുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ എന്താ പറയാ, പഴയ തലമുറയെ തന്നെ കീറിമുറിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആ യുവതലമുറ ഉദിച്ചു നിൽക്കുന്ന കാലമാണത്. അന്ന് രൂപപ്പെട്ട ഈ ഫ്ലാഗാണ് പിന്നീട് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗായി മാറിയത്. അന്ന് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് ശേഷം, അതായത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒറ്റ വ്യത്യാസം മാത്രം വരുത്തി. ഈ കണ്ട ചിത്രത്തിലെ ചർക്കയിൽ നിന്നും അശോക ചക്രത്തിലേക്ക് ഉള്ള ചെറിയൊരു മാറ്റം. സോ 1931 കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്ത ഫ്ലാഗിൽ ചെറിയൊരു മാറ്റം വരുത്തി മാത്രമാണ് നമ്മൾ നമ്മളുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഫ്ലാഗിനെ കുറിച്ച് ഏകദേശം ഐഡിയ ആയിട്ട് കാണുമല്ലോ. അതായത് ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചിരിക്കണം, മാഡം ഭിക്കാജി കാമ രൂപകൽപ്പന ചെയ്ത ഫ്ലാഗിൽ വന്ദേ മാതരം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഹോം റൂൾ മൂവ്മെന്റ് കാലത്ത് രൂപകൽപ്പന ചെയ്ത ഫ്ലാഗിൽ ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് പതാക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 31 കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്ത ഫ്ലാഗിൽ ചർക്ക, ഈ ചർക്കയുടെ സ്ഥാനത്ത് അശോക ചക്രം, അതാണ് നമ്മളുടെ നാഷണൽ ഫ്ലാഗിലേക്ക് വന്നേക്കുന്ന ഒരേ ഒരു വ്യത്യാസം. ഇപ്പൊ നമ്മൾ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് 22 ജൂലൈ 1947. അപ്പം തുടക്കക്കാർക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഈ ഇന്ത്യ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇന്ത്യ സീരീസിന്റെ അടുത്ത എപ്പിസോഡിൽ കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നിങ്ങൾ ഇപ്പം പഠിപ്പിച്ചതൊക്കെ ശരിക്കൊന്ന് പഠിക്കുക, മനസ്സിൽ വെക്കുക, അടുത്ത എക്സാമിനെ നേരിടാൻ റെഡി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ.